ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പോൾ പാർട്ടിയുടെ അതായത് CPM-ന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ പല ലെയറുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതാണ് ഇപ്പോഴത്തെ ഈ പ്രതികരണം. അതിനൊരു പക്ഷേ അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് ശ്രീ ജോസഫ് സി മാത്യു പറയുന്നത്. പക്ഷേ ശ്രീ റെജി ലൂക്കോസിന് അതിൽ ആകെ സംശയമുള്ളത് BJP-യുടെ ഇടപെടലുകളാണ്. കാരണം നിങ്ങളുടെ രാഷ്ട്രീയ ചട്ടുകമായി അല്ലെങ്കിൽ അക്കരപ്പച്ച തേടി വരുന്ന ഒരാളായിട്ടാണ് മനു തോമസിനെ പാർട്ടി നിലവിൽ കാണുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇദ്ദേഹം പലതവണയായിട്ട് പറഞ്ഞു ഞാൻ ഓൺ ചെയ്തു എന്ത് ഓൺ ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായില്ല. നേരത്തെ വാർത്തയ്ക്കിടയിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രീ അബ്ദുള്ളക്കുട്ടി അദ്ദേഹത്തെ കണ്ടു എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. അതുപോലെ തന്നെ VD സതീശൻ കോൺഗ്രസിൻ്റെ ഇപ്പോൾ കോൺഗ്രസ്സുകാരനായ ആളിവിടെ ഇല്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ട് അവർക്ക് അതിന് മറുപടി പറയേണ്ടി വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എന്തുകൊണ്ട് പോയി കണ്ടു എന്നുള്ളതല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഒരു രാഷ്ട്രീയമായ സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അത് എന്താണെന്നുള്ള കാര്യം പരിശോധിക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ്. മാത്രമല്ല AP അബ്ദുള്ളക്കുട്ടി CPM-ൽ നിന്നിരുന്ന ഒരാളാണ്, കണ്ണൂരിലെ MP ആയിരുന്നു. കണ്ണൂരിലൊരു റെജി ലൂക്കോസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. സ്വാഭാവികമായിട്ട് അദ്ദേഹം പോയി കണ്ടിട്ടുണ്ടാവും, അത് വേറൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് BJP തിരക്കഥ രചിക്കുന്നതാണെങ്കിൽ ശ്രീ റെജി ലൂക്കോസ് ഇതിന് മറുപടി പറയേണ്ടത് CPM അല്ലേ, അല്ലാണ്ട് ആകാശ് തില്ലങ്കേരിയാണോ ഇതിന് മറുപടി പറയേണ്ടത്? അർജുനായങ്കിയാണോ ഇതിന് മറുപടി പറയേണ്ടത്? ഇവരൊക്കെയാണോ ഇപ്പം നിങ്ങളുടെ പാർട്ടിയുടെ പുതിയ വക്താക്കള്? ഇനി മനസ്സിലാവുന്നില്ല. ഇത് BJP-യോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ തിരക്കഥ രചിച്ച് ഇങ്ങനെ ഒരാളെ മുൻപോട്ട് കൊണ്ടുവരുന്നതാണെന്നുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ വ്യക്തി മനു തോമസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആരോപണം എന്താണ്? ജയരാജനും അദ്ദേഹത്തിൻ്റെ മകൻ ജയൻരാജനും കൊട്ടേഷൻ സംഘങ്ങളുമായിട്ടും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായിട്ടുമാണ് ഇടപാട് എന്ന് പറയുമ്പോൾ ഇതിലെ രണ്ടിലെയും കൃത്യമായിട്ടുള്ള ആൾക്കാർ, ആകാശ് തില്ലങ്കേരി കൊട്ടേഷൻ സംഘത്തിലുള്ള വ്യക്തിയാണെന്ന് CPM തന്നെ പറഞ്ഞ ആളാണ്. അർജുനായങ്കി പറയുന്ന സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആളാണെന്ന് അർജുനായങ്കി തന്നെ കേരള പോലീസ് തന്നെ സാക്ഷ്യം പറഞ്ഞൊന്നാണ്. ഇവർ രണ്ടുപേരുമാണോ വന്നിട്ട് ഇതിനകത്ത് പ്രതികരിക്കേണ്ടത് CPM-ന്റെ ഭാഗത്ത് നിന്നുകൊണ്ട്? അത്തരത്തിലൊരു ഗതികെട്ട അവസ്ഥയിലേക്ക് CPM മാറുന്ന സാഹചര്യമാണോ നിലവിൽ കേരളത്തിലുള്ളത്? അപ്പോൾ തിരക്കഥയാണ് മറ്റൊരു പാർട്ടി രചിച്ചുകൊണ്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വളരെ മാന്യമായിട്ട് അതിനെ പ്രതികരിക്കണം. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് തുറന്നു കാണിക്കാൻ കഴിയുന്നതാണെങ്കിൽ നിങ്ങൾ തുറന്നു കാണിക്കണം. അല്ലാണ്ട് ഈ പറയുന്ന മുക്കാൽ ചട്ടമ്പികളെ അല്ല ഇറക്കി വിട്ടിട്ട് ഇതിനകത്ത് പ്രതികരിക്കേണ്ട. അവിടെയാണ് നിങ്ങൾ താഴെ പോയിരിക്കുന്നത് എന്നുള്ള കാര്യം ശ്രീ ജയരാജനും മനസ്സിലാക്കണം, താങ്കളും മനസ്സിലാക്കണം. പറയൂ. ഞാൻ മറുപടി പറയാം. ആകാശ് തില്ലങ്കേരിയെ പോലുള്ളവർ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് ഇതൊന്ന് പൂർത്തീകരിച്ചോട്ടെ. ഞാൻ ഒരാളല്ലേ ഉള്ളൂ. വർഷങ്ങളായി. അതല്ല, അവരെ പുറത്താക്കിയവരെ കൂത്തൂറും മട്ടന്നൂർ ഭാഗങ്ങളിൽ മൈക്ക് അനൗൺസ്മെന്റ് നടത്തിയതാ. ഈ ആരോപണങ്ങൾ വരുന്നതിന് മുമ്പേ അവരുടെ പേര് ഉപയോഗിക്കുമ്പോൾ അവർ പ്രതികരിക്കാതെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനാണല്ലോ ഈ വാർത്തകളിൽ പ്രാധാന്യം കിട്ടി. ഇപ്പം 4 പേർ അറിയാൻ വേണ്ടിയിട്ട് ഒരു കപ്പാസിറ്റി. ഇപ്പം CPM-ന്റെ ഒരു സമന്വയ നേതാവ് ഞങ്ങളോടൊപ്പം വന്നു എന്ന് ഭാഷ്യം ചേർത്താൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ കൂടി ജയിച്ചിരിക്കുന്ന ഒരു തിരക്കഥയാണിത്. ആ മനുഷ്യന് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ചോദിക്കുകയാണ്. ഒരു വിപ്ലവകാരിയുടെ പതനം എന്നാണ് മനു തോമസിനെ കുറിച്ചിട്ട് ജയരാജൻ സഖാവ് പറഞ്ഞിരിക്കുന്നത്. ഈ ആകാശ് തില്ലങ്കേരിയുടെ വിഷയത്തിൽ വിപ്ലവകാരിക്ക് പതനം സംഭവിച്ചില്ലേ? അർജുനായങ്കിയുടെ വിഷയത്തിൽ വിപ്ലവകാരിക്ക് പതനം സംഭവിച്ചില്ലേ? ഇവര് രണ്ടുപേരും PJ ആർമി എന്നും ചെന്താരകമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ജയരാജനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ. എന്തുകൊണ്ട് ജയരാജൻ സഖാവ് വന്നിട്ട് ഇവരെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഇതുവരെയും നമ്മൾ കണ്ടില്ല? ജയൻരാജ് നാഴികയ്ക്ക് 40 വട്ടം മറ്റ് പല ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ചിട്ടും പാർട്ടിക്കകത്തുള്ള ഇന്റേണൽ വിഷയങ്ങളെ കുറിച്ച് പോലും മുനവെച്ച് പോസ്റ്റ് ഇടുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ എന്തുകൊണ്ട് ഇതുവരെയായിട്ടും ഇവരെ രണ്ടുപേരെയും തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല? അപ്പൊ ഈ പറയുന്ന കൊട്ടേഷൻ സംഘങ്ങളുമായിട്ടും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായിട്ട് ഈ കുടുംബത്തിന് ബന്ധമുണ്ട് എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ആ ആരോപണം സാധൂകരിക്കുന്നത് ഇവിടെ BJP ഇടപെടുന്നുണ്ടല്ല. ഈ ആരോപണത്തിനെ സാധൂകരിച്ചു കൊടുത്തിരിക്കുന്നത് ജയരാജൻ. അർജുനായങ്കിയുടെയും ആകാശ് തില്ലങ്കേരിയുടെയും പേര് ആദ്യത്തെ പോസ്റ്റിലില്ല. രണ്ടാമത്തേലും കൊട്ടേഷൻ സംഘാംഗങ്ങൾ എന്നേ ഉള്ളൂ. അപ്പൊ പേര് പറഞ്ഞത് കൊണ്ട് വന്ന് മറുപടി പറഞ്ഞതല്ല, സ്വയം സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാണ്. അല്ലതേ, ഞാൻ പറയട്ടെ, ഈ മനു തോമസ് പറഞ്ഞ വ്യക്തി ഇതുവരെ എടുത്തിരിക്കുന്ന നിലപാടുകളെ കുറിച്ച് നിങ്ങൾ നോക്കിയേ. ഈ മനു തോമസ് ഈ രീതിയിലുള്ളൊരു നാടകം ഇപ്പൊ BJP അവർക്ക് അദ്ദേഹത്തിന് ഓഫർ കൊടുത്തിരിക്കുന്നത് യുവമോർച്ച ന്യൂനപക്ഷ മോർച്ചയുടെ എന്തോ ഒരു ഉന്നത പദവിയാണെന്നാണ് വാർത്തകൾ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ യാത്ര എങ്ങോട്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതിന് വാർത്തകൾ സൃഷ്ടിക്കുക, താനൊരു വലിയ ആളാണെന്നുള്ള ഭാവത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ തന്നെ വാർത്തകൾ സൃഷ്ടിച്ച്
താൻ ഒരു ബാർഗൈൻ കപ്പാസിറ്റി അല്ലാതെ അപ്പോൾ തന്റെ DYFI വിലപേശൽ കൂട്ടി ജില്ലാ അല്ലെങ്കിൽ പ്രസിഡന്റ് ബിജെപിക്ക് ആയിരുന്ന ഇദ്ദേഹത്തിന് ഒരു ആയുധമാക്കി റജീൽ CPM നെ കോസ്റ്റ ബലിയാടാക്കാൻ വേണ്ടി കളിച്ചൊരു നാടകം എന്നല്ലാണ്ട് ശരി, ഇതിപ്പോ, ഇതിനെന്ത് പ്രസക്തിയുള്ള അല്ല, ഈ പറയുന്ന ന്യൂനപക്ഷ മോർച്ചയുടെ നേതാവാക്കാം എന്ന വിവരമൊക്കെ ആര് പങ്കുവെച്ചതാണ്? നിങ്ങൾ അങ്ങനെ ഒരു ഓഫർ എടുത്തിട്ടുണ്ടോ? എനിക്കറിയില്ല മാധു. മാത്രമല്ല എനിക്ക് മനസ്സിലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ DYFIയുടെ കണ്ണൂർ പോലുള്ള ഒരു ജില്ലയുടെ ജില്ലാ ഇതെല്ലാം പ്രസിഡന്റിനേക്കാളും വാർത്തകൾ വലിയ പോസ്റ്റ് ആണോ ഇതെല്ലാം മാധ്യമങ്ങൾ report ചെയ്തതാ. അപ്പോൾ മാധ്യമങ്ങൾ report ചെയ്തത് ഞാൻ പറഞ്ഞില്ല. അത്തരത്തിലേക്ക് CPM BJP-യെക്കാളും താഴെ പോയെന്നാണ് ശരി, പറയുന്നത്. ശരി, പോട്ടെ, അവിടെ യുവ നിൽക്കട്ടെ. മോർച്ചയുടെ എന്ന് പറഞ്ഞാൽ ഓക്കെ. ശരി, ശ്രീ ജോസഫ് സി ശരി, മാത്യു. AP അബ്ദുള്ളക്കുട്ടി അദ്ദേഹത്തിന് കൊടുത്ത ഓഫർ എന്താ? അങ്ങോട്ട് AP പറഞ്ഞിട്ടുണ്ടോ? അബ്ദുള്ളക്കുട്ടി MP ആയിരുന്നില്ലേ? അദ്ദേഹത്തിന് പോയി അബ്ദുള്ളക്കുട്ടി കണ്ടു. MP ആയിരുന്നില്ലേ? അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ? അല്ല 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 AP അബ്ദുള്ളക്കുട്ടി അദ്ദേഹത്തിനെ കണ്ടു, അദ്ദേഹത്തിന് നൽകിയ ഓഫർ എന്താണ്? അദ്ദേഹത്തിന് ഓഫർ കൊടുത്തോ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? ഓഫർ കൊടുത്തോ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? AP അബ്ദുള്ളക്കുട്ടി കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള സമുന്നതനായ നേതാവാണ്. സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയ വിഷയം ഉണ്ടാകുമ്പോൾ അദ്ദേഹം അവിടെ പോവും, അദ്ദേഹം അവിടെ സംസാരിക്കും. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയമായ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും. ശരി, ശരി, അതിന് ഓഫർ ശരി, കൊടുത്തത് അതവിടെ നിൽക്കട്ടെ, അതവിടെ നിങ്ങൾക്ക് നിൽക്കട്ടെ. രക്ഷപ്പെടാൻ ശരി. വേറെ വഴിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ശരി, നിങ്ങൾ അത് അതവിടെ പറയൂ നിൽക്കട്ടെ, സാറേ. അതവിടെ നിൽക്കട്ടെ. ഓഫർ ഉണ്ടെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ശരി. ഓഫർ ഇല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് പോരണമെന്ന് പറയാനായിട്ടാണോ ഈ അബ്ദുള്ളക്കുട്ടി അദ്ദേഹത്തെ പോയി കണ്ടത്? അല്ല, നിങ്ങൾ ആൾക്കാരെ കാണുന്നതല്ല പക്ഷേ, അല്ല, ഓഫർ കൊടുക്കാനാണോ അപ്പോ റജീൽ കോസ്റ്റ ആ കാണുന്നത്? ഓഫർ എങ്ങനെയാണ്? അല്ല റജീൽ അല്ല, കോസ്റ്റ ശരി ശരി അല്ല തന്നെയല്ല അല്ല ശരി 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 ജാവ്ദേക്കറൊക്കെ പോയി പറഞ്ഞപ്പോഴും ഇതുപോലത്തെ ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിലൊക്കെ ഇത്തരം ഓഫറുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ? അതിന്റെ ഒരു ഓർമ്മയിൽ അങ്ങ് പറഞ്ഞതായിരിക്കാം ഒരു പക്ഷേ ശ്രീ റജീൽ ലൂക്കോസ്. അങ്ങനെ വിചാരിക്കാം. നമുക്കൊരു ഓഫറിനെ പറ്റിയും കണ്ടാൽ എന്ത് പറയുമെന്ന് നല്ല ബോധ്യമുണ്ടെങ്കിൽ അത് അങ്ങനെ വലുതാകാനേ വഴിയുള്ളൂ എന്ന് വിചാരിക്കേണ്ടി വരും. ശരി, ശ്രീ